ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. കുറെ കാലമായിട്ട് ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ നിങ്ങൾ ഒരാൾ പറഞ്ഞുള്ള കണ്ടന്റ് ആണ് ചെയ്യാൻ പോണത്. 1 വയസ്സ് തൊട്ടിട്ട് 100 വയസ്സ് വരെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. 1, 3 അങ്ങനെ 100 വരെ. ഇത് വരെ ആരും ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ സെറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്യാൻ പോണത് 1 തൊട്ടിട്ട് 100 വരെയുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതാണ് ഈ കമന്റിൽ പറഞ്ഞുള്ളത്. പക്ഷെ അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം 1 തൊട്ടിട്ട് ഒരു 70 വരെയൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 80, 90 നമ്മൾ എങ്ങനെ കണ്ടെത്താനോ. അത് കാരണം ഞാൻ ഇതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് 1 തൊട്ടിട്ട് 50 വരെ ആക്കിയിട്ടുണ്ട്, 100 പകരം. അത് കറക്റ്റ് ഓർഡറിലല്ല. നമ്മള് എങ്ങനെ ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ ഏജ് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ 1 തൊട്ടിട്ട് 50 ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഇതിലൊരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ 2000 രൂപ ഞാൻ ഈ വീഡിയോയുടെ അടിയിലുള്ള ഏറ്റവും ലൈക്ക് കിട്ടുന്ന കമന്റ് ഉള്ള ആൾക്ക് ഞാൻ കൊടുക്കും. ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് ആദ്യം 1 വയസ്സുള്ള ആളെ ഞാൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സുള്ള ആളുടെ അടുത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് 1 വയസ്സുള്ള നമ്മുടെ വിവാഹത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ല പറയും ആള് കുറച്ച് പശയാണ്, ഇപ്പൊ കരയാണ്ട് നിൽക്കുകയാണ്. എങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ആള് കുറച്ച് കുറുമ്പനാണ് അല്ലേ? കുറുമ്പനല്ലേ? ചിരിക്കി ചിരിക്കി ആള് വലുതായി തുടങ്ങി. നമുക്ക് അടുത്ത ആളെ തപ്പിട്ട് ഇറങ്ങാം. കെട്ടി 1 വയസ്സുള്ള ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ കോഴിക്കോടേക്ക് പോവാണ്. കാരണം കോഴിക്കോട് പോയാൽ ഏകദേശം ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം നമുക്ക് കോഴിക്കോടേക്ക് പോവാം. കമ്മോ ഗൈസ്, അപ്പോൾ നമുക്ക് 23 വയസ്സുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്ന പേരെന്തായിരുന്നു? എന്നൊരു ചാലഞ്ചാണ് 1 തൊട്ട് 50 ഉള്ള ആൾക്കാരെ കണ്ടെത്തുക. അപ്പോൾ 23 ഗൈസ് നമ്മൾ കണ്ടെത്തി. ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ആ ചേച്ചിനെ കണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? എത്ര വയസ്സുണ്ട് ചേച്ചിക്ക്? 74. അത്ര ഉണ്ടോ? സത്യം പറ. ഉണ്ടല്ലേ? 74 ഉണ്ടല്ലേ? തിരിച്ചറി കാർഡാ? അതെ. എപ്പോഴും നല്ല ഭക്ഷണം എപ്പോഴും കഴിക്കൂല. വീട്ടിലാണെങ്കിൽ നല്ല ഭക്ഷണം ഇങ്ങനെ കഴിക്കും. നല്ല ഫുഡ് കഴിക്ക്. ഞാൻ മേടിച്ചേരട്ടെ? ഫുഡ് ഞാൻ മേടിച്ചേരണ? 100 രൂപ തന്നാ ഫുഡ് കഴിക്കോ? 100 രൂപ തന്നാല് ഫുഡ് മേടിക്കില്ലേ? കഴിക്കില്ലേ? ഞാൻ 100 രൂപ തരാം. ഇതാക്കണില്ല. 60 രൂപ മതിയാ? 100 രൂപ ഞാൻ തരാം. 100 രൂപയ്ക്ക് ഫുഡ് കഴിക്ക്. സെറ്റ് ആക്ക്. ഓക്കെ അല്ലേ? ഉണ്ട്. അയ്യോ പോലെ ഇത് കഴിക്ക്, ഫുഡ് കഴിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഏജ് ഒന്ന് ജസ്റ്റ് പറയൂ. 17 ഗൈസ്. 2 ഏജ് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു? ജിൻഷ, അനാമിക. നിന്റെ ഏജ് എത്രയാ? 21. അടുത്താണ് കിട്ടി ഗൈസ്. 6 വയസ്സ്. ഹലോ, പേരെന്തായിരുന്നു? മിസ്താഹി. ഹലോ, നിങ്ങളെ ഏജ് എത്രയാ? 37. പേരെന്താ? ചേട്ടൻ്റെ വയസ്സ് എത്രയാ? 31. അപ്പൊ 31 കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? ആഷിർ. ആളെ കിട്ടിയിട്ടുണ്ട്. 25 വയസ്സല്ലേ? പേരെന്തായിരുന്നു? സൽമാൻ ഫാരിസ്. അപ്പോൾ ഗൈസ് നമുക്ക് 25 കിട്ടി ഗൈസ്. അപ്പോൾ 16 ഏജിലുള്ള ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? അഭിനവ് അല്ലേ? ഓക്കെ. വയസ്സ് എത്ര? 74 അല്ലേ? അപ്പം ഇല്ല, ഞാൻ 1 തൊട്ട് 50 ഉള്ള ആൾക്കാരെ കണ്ടെത്തുക ഗൈസ്. അപ്പോൾ നമുക്ക് 19 വയസ്സുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? അനാമിക. എന്ത് ചെയ്യണത്? LLB സ്റ്റുഡൻ്റ് ആണോ? വക്കീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാലഞ്ചാണ് 1 തൊട്ട് 50 ഉള്ള ആൾക്കാരെ കണ്ടെത്തുക. അപ്പോൾ 19ാമത്തെ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പം കിട്ടി. അനാമികനെ കിട്ടിയിട്ടുണ്ട് 19. അപ്പോൾ എന്തിനും പറയണ്ടോ വ്യൂവേഴ്സിനോട്? ചാനലെല്ലാം ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഓക്കെ, ഇത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ആളെ കിട്ടിയിട്ടുണ്ട്. 35 അല്ലേ? പേരെന്തായിരുന്നു? ഷിജോ ജോസ്. പറയണ്ടോ? സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ, താങ്ക് യു. 34 അല്ലേ? 34ാമത്തെ ഏജിലുള്ള ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായത് പേര്? രാകേഷ്. കാണാറുണ്ട്, കളിക്കാറുണ്ട്. അതെ, താങ്ക് യു. ടെൻഷൻ റിലീഫാണ്. അതെ, ഈശ്വര താങ്ക് യു. 14 പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കണ്ട എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി 36 പേര് നമുക്ക് കണ്ടെത്തണം. ഇപ്പം തന്നെ 3 മണിയായി. നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് പ്രശ്നം. കാരണം 40 തൊട്ടിട്ട് 50 ഉള്ള ആൾക്കാർ കുറച്ച് ടാസ്ക് ആവുന്നുണ്ട്. ബാക്കിയുള്ളവർ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് 24 വയസ്സുള്ള ആളെ കിട്ടിയത്. പേരെന്തായിരുന്നു? ജിസ്ന. എന്തിനു വ്യൂവേഴ്സിനോട് പറയാറുണ്ടോ?
ഞാൻ 1 തൊട്ട് 5 വരെയുള്ള ആൾക്കാരെ കണ്ടെത്താണ്. ഒരു ചാലഞ്ചാണ്. ഇന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ വ്യൂവേഴ്സിന് 2000 രൂപ കൊടുക്കണം. എനിക്ക് കണ്ടെത്താൻ പറ്റുമോ? പറ്റുമോ? അതെ, എവിടേക്കാണ് പോകേണ്ടത്? കോഴിക്കോട് മിഠായി തെരുവ് പോയി കിട്ടൂലേ? ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ അവിടെ ഇല്ല മച്ചാനെ, എന്താ പരിപാടി? എന്താ എത്ര എടുക്കണ്ടേ? ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. എത്ര ഏജ് ആയി? 26 ഗൈസ്. 26 ആള് കിട്ടിയ പേരെന്താ? വൈശാഖ്. എന്തിനു പറയണ്ട വ്യൂവേഴ്സിനോട്? അടിപൊളിയല്ലേ? ഓക്കെ. എത്ര ഏജ് ആയിട്ടുണ്ട്? 13. നിനക്കോ? 13. ഇവരൊക്കെ 13 ആണോ? 14 ആരെങ്കിലും ഉണ്ടോ? 14 ആരെങ്കിലും ഉണ്ടോ? 14, 13, 14 ആണോ? എത്ര വയസ്സായി? 14. എല്ലാം ഒന്നുമില്ല, ഞാനൊരു ചാലഞ്ചാണ്. 1 തൊട്ട് 5 വരെയുള്ള ആൾക്കാരെ 1 തൊട്ട് 5 ആൾക്കാരെ കണ്ടെത്തുക. നോക്കേ, ഏജ് എത്രയായി? ഒരു 25. സത്യം പറ, എത്രയായി? കാര്യം പറയും. 42? ഞാൻ പറയാൻ പോകട്ടാ, വീഡിയോയിൽ പറയാൻ പോകട്ടാ. ഗൈസ്, 42 ഉള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്തായിരുന്നു? അനീഷ്. ഓഡിയൻസിനോട് എന്തിനു പറയണ്ട? എന്ത് പറയാനാ? ഞാൻ എല്ലാവരോടും പറയല് 25 എന്നാണ്. ഇപ്പൊ നിങ്ങളോട് മാത്രം സത്യം പറഞ്ഞു കേട്ടോ. അതെ, നിങ്ങളോടല്ലേ ഇപ്പൊ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഹലോ 15 ആയിട്ടുള്ള ആരുമില്ലല്ലോ. ഗൈസോടെ ആകെ ആൾക്കാർ കൂടി. ഞാൻ പോട്ടെ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? ആളെ എന്തോ ഇതിലാന്ന് തോന്നുന്നു, ബിസിയാന്ന് തോന്നുന്നു. ആള് കണ്ടു കഴിഞ്ഞാൽ ഒരു 50 മേലുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? 20 ഏജുള്ള ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. എന്തിനു പറയണ്ടോ? ആരും എന്തിനും ഒന്നും പറയില്ലല്ലോ. ഓക്കെ, കുറച്ച് ടാസ്ക്കാണ്. കാരണം എല്ലാവരും ഒരു 15 തൊട്ടിട്ട് 30 വരെയുള്ള ആൾക്കാരെ മൊത്തം അല്ലേ? 1 തൊട്ട് 10 വരെയുള്ള ആൾക്കാർ കിട്ടാല്ല. പിന്നെ 40 തൊട്ടിട്ട് 50 വരെയുള്ള ആൾക്കാരും കിട്ടാല്ല. പേരെന്തായിരുന്നു? ആദിലക്ഷ്മി. എത്ര വയസ്സായി? 6 വയസ്സില്ലേ? 6 വയസ്സുള്ള ആൾ കിട്ടിയിട്ടുണ്ട്. ചേച്ചിന് 45. നമുക്ക് 45 ഉള്ള ആൾ കിട്ടിയിട്ട്. ചേച്ചി പേരെന്തായിരുന്നു? ജോഷ്ന. ചേച്ചിയുടെ ഏജോ? 50. ഈശ്വര കിട്ടി. 1 തൊട്ട് 50 വരെയുള്ള ആളാ. 1ാമത്തെ ആള് കിട്ടി. 50ാമത്തെ ആളതാ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ശിവകല. അപ്പൊ താങ്ക് യു. 50ാമത്തെ ആള് എങ്ങനെ കണ്ടെത്താന്നുള്ള ഇതിലായിരുന്നു. താങ്ക് യു ചേച്ചി. 12. ഓക്കെ ഗൈസ്, 12 ഉള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? അഗ്രിമ. ഗൈസ്, അപ്പൊ നമുക്ക് 5 വയസ്സുള്ള നമ്മുടെ മിടുക്കൻ ചക്കനെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ഫെൻലിക് ബാൽ. ഫെസ്നിക് ബാൽ. എത്രയല്ല പഠിക്കണത്? നെക്സ്റ്റ് 1 UKG. ഓക്കെ, ആയി കൊടുക്കോ? അപ്പോൾ നമുക്ക് ഏജ് 40 ഉള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടാ ഏജ് 40 ആണെങ്കിൽ ലുക്കിംഗ് യങ് ആണ് അല്ലേ? യങ് ആൻഡ് സ്ട്രോങ്. പറടാ. 16. 15 ഉണ്ടോ? 15 യെസ്, കിട്ടി ആളെ കിട്ടി ഗൈസ്. എന്താ പേരെന്തായിരുന്നു? നിഷാൻ. താങ്ക് യു. നിങ്ങളോട് ഹായ് ബൈ. 2ാമത്തെ വയസ്സുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ആളെ പേരെന്തായിരുന്നു? ദർശിക്ക്. ഓക്കെ. ഇന്ന് ബർത്ത്ഡേ ആണോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ദർശിതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ദർശിതിനെ വിഷ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ. 2 വയസ്സാണല്ലോ. കറക്റ്റ് ദിവസമാണ് കേട്ടോ, കറക്റ്റ് ദിവസം. 38 അല്ലേ ചേച്ചി? 38ൻ്റെ ആൾ കിട്ടിയിട്ടുണ്ട്. അനു. 28 വയസ്സുള്ള ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താ? എത്ര ഏജ്? 33 ഇല്ല. പേരെന്തായിരുന്നു? ശ്രീജിത്ത്. എത്രയായി? 9. യെസ് ഗൈസ്, കിട്ടിയിട്ടുണ്ട്. 9ാമത്തെ വയസ്സുള്ള ആൾ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താ? മുഹമ്മദ് സാലി. എന്താ കതച്ച് നടക്കാണല്ലോ? എന്താ ഓടിട്ടാ? വെറുതെ ഓടിയാലേ? ഓഡിയൻസിനോട് എന്തെങ്കിലും പറയണ്ട? അയ്യോ ഒന്നും പറയാല്ലേ? നാണക്കാരനല്ലേ? ഇത്തിരി. 30ാമത്തെ ഏജുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ശുബിൻ രാജ്. 3 വയസ്സുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? നെസ്ലിയ. ഓക്കെ. ഹലോ ഹായ്. 11 വയസ്സുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഏനസ് അല്ലേ? മാനസ് കൃഷ്ണ. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞോ? ഹായ്. മാനസിൻ്റെ ഒപ്പമുള്ള മാനസിൻ്റെ അമ്മയല്ലേ? മാനസിൻ്റെ അമ്മയ്ക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. 46 അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ 10 കിട്ടിയിട്ടുണ്ട്. മെസ്സിയുടെയും നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും നമ്പറായ
10 വയസ്സുള്ള നമ്മുടെ പേരെന്തായിരുന്നു? ഐഹാൻ. ഒരു ഹൈ പറയൂ ക്യാമറയിൽ നോക്കിയിട്ട്. 36 ഏജുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താ? അസ്കർ. നിങ്ങളെ വീഡിയോ കാണലുണ്ട്. എന്റെ വീഡിയോ കാണാറുണ്ടോ? ഓക്കെ. മുടി സെറ്റല്ലേ? അത് കുഴപ്പമില്ല. കണ്ണട ഉണ്ടോ? 39 ഏജുള്ള ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രമേഷ് കുമാർ. നമുക്ക് 32 വയസ്സുള്ള ചേച്ചിയുടെ പേരെന്തായിരുന്നു? ദിവ്യ ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. 41 വയസ്സുള്ള എന്താ ചേട്ടൻ്റെ പേര്? നിഷാദ് ഇക്കനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നിസാർക്ക. ഓക്കെ ബൈ ഗൈസ്. നമ്മളപ്പോൾ ഇനി ബീച്ചിൽ പോകാൻ പോവാണ്. ഇനി വെറും 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ചാലഞ്ച് കംപ്ലീറ്റ് ആണ്. അപ്പോൾ 10 പേര് നമുക്ക് സെറ്റാക്കാം. ഇനി ബീച്ചിൽ പോയി സെറ്റാക്കാം. ബീച്ചിലെത്തിണ്ട് കേട്ടോ. ബീച്ചിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. മിക്കവാറും കിട്ടുന്ന തോന്നുന്നത് 40 to 50 ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് 40 to 50 ആൾക്കാരാണ് കൂടുതൽ തപ്പേണ്ടത്. അപ്പോൾ നമുക്ക് 8 വയസ്സുള്ള എന്താ പേരെന്തായിരുന്നു? ആശ ദുവാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 3. ഓക്കെ. അപ്പോൾ ഒരു ഹായ് പറയൂ. ഹലോ. അപ്പോൾ നമുക്ക് 7 വയസ്സുള്ള എന്താണ് പേര്? അബ്ദുള്ള. 7 വയസ്സുള്ള അബ്ദുള്ളനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. എത്ര പഠിക്കുന്നത്? 4. ഓക്കെ. അപ്പോൾ ഒരു ഹായ് പറയൂ ജസ്റ്റ്. ഹലോ. 22 വയസ്സായിട്ടുള്ള എന്താണ് പേര്? ഫജാസിന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തിനും പറയാനുണ്ടോ ഓഡിയൻസിനോട്? നമുക്ക് 27 വയസ്സുള്ള എന്താ പേര്? നിതിൻ കൃഷ്ണ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ കുറച്ച് ജിമ്മലാന്നുണ്ട്. അതെ. ഓക്കെ. നമുക്ക് 43 വയസ്സുള്ള എന്താ ചേച്ചിയുടെ പേര്? ബിനി ചേച്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ചാലഞ്ചായിരുന്നു. 43ാമത്തെ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ താങ്ക് യു ചേച്ചി. ഇപ്പോൾ നമ്മൾ 29ാമത്തെ ആളെ തപ്പിക്കൊണ്ടിരിക്കട്ടെ. 29 കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ 40 to 50 നോക്കിയാൽ മതി. അപ്പോൾ 29ാമത്തെ ആളെ നോക്കുന്നത്. എല്ലാവരോടും പോയിട്ട് 29 ആണോ എന്ന് ചോദിക്കുന്നത്. ചേട്ടാ ഏജ് ഒക്കെ എത്രയായിരുന്നു എല്ലാവരും? 29 ഉണ്ടോ ആരെങ്കിലും? എത്രയാ? അയ്യോ. അപ്പോൾ ഗൈസ് നമുക്ക് 29 ഉള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പേര്? ആതിര. അപ്പോൾ ഞാൻ കുറേ നേരമായി തപ്പിക്കൊണ്ടിരിക്കുകയാണ് 29. കാരണം 1 തൊട്ടിട്ട് 50 വരെയുള്ള ആൾക്കാരായിരുന്നു. അതിൽ 30 വരെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടി. 29 മാത്രം കിട്ടിയില്ല. അപ്പം ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചെടുക്കാം 29. ലാസ്റ്റ് ആതിര ചേച്ചി. ആതിരല്ലേ? ആതിര ചേച്ചിനെ നമ്മൾ കണ്ടുമുട്ടി. അതുപോലെ ഈ ചേച്ചിക്ക് എത്രയാണോ? അല്ലല്ലോ, 27. അപ്പോൾ വേറെ ലീഗാ. താങ്ക് യു ആതിര ചേച്ചി. അപ്പോൾ നമുക്ക് 44 വയസ്സുള്ള എന്താണ് ആളുടെ പേര്? അബൂബക്കർ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. 44 ഏജ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിന്? ഇതെന്താ സംഭവം? നിങ്ങളുടെ എന്താ? നമ്മുടെ ഫ്ലൈവ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു പ്രൊമോഷൻ പരിപാടിയാണ്. നമ്മുടെ പല രാജ്യങ്ങളിലേക്കും ഫ്രീ ആയിട്ട് നമുക്കൊരു കൂപ്പൺ വേൾഡ് ടൂറിസം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫ്ലൈവ ടൂർസ് ആൻഡ് ട്രാവൽസ് കോഴിക്കോട് ഫ്ലൈവ ടൂറിസം ആൻഡ് ട്രാവൽസ് അല്ലേ? ഓക്കെ. എന്തായാലും അവിടുന്ന് നമുക്ക് 44ാമത്തെ അബൂബക്കർ ഇക്കനെ കിട്ടി. ആകെ കൂടിയിട്ട് 47, 48, 49 3 പേരാണ് കണ്ടെത്താനുള്ളത്. ഇപ്പം സമയം 6:30 ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 8 മണിക്കാണ് തിരിച്ചു പോകാനുള്ള ട്രെയിന്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടെത്തിയില്ലെങ്കിൽ എൻ്റെ പൈസ പോയി. നമുക്ക് കണ്ടെത്താം. കമോൺ. അപ്പോൾ ഗായ്സ് 49 ഉള്ള എന്താണ് ഉബൈദുള്ള 49 വയസ്സുള്ള ഉബൈദുള്ള ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ നേരമായി തപ്പണത്. താങ്ക് യു. വീഡിയോയിൽ വന്നതിന് താങ്ക് യു. അല്ല വയസ്സ് ഏജ് 36. ഏജ് എത്രയാ? 42 അല്ലേ? 7:48. ഇത് രണ്ടാണിഞ്ഞ് വേണ്ടത്. അത് കിട്ടാൻ ഭയങ്കര പണി. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കാണുന്നില്ല. ഏജ് എത്ര? ഏജ് 50. 40. 45 അല്ലേ? വെരി മച്ച്. ഞാൻ ചാലഞ്ച് ചെയ്യായിരുന്നു. 50 ആൾക്കാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അതിൽ 47, 48 കിട്ടാത്തത്. ചേട്ടൻ 47. എന്താ പേരെന്താ? ഷിയാബ് രക്ഷിച്ചു. ഒരാളും കൂടി കിട്ടാണ്ട് എനിക്ക്. 48. അറിയണ ആരെങ്കിലും ഉണ്ടോ? 48 ചേട്ടനല്ല അല്ലേ? എന്തിനു പേടിച്ചായിരുന്നു? ഒറ്റ ആള് 48. ഈ 48 കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാലഞ്ച് ഈസ് കംപ്ലീറ്റഡ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിൽ ഞാൻ കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സമ്മതിക്കുന്ന ആൾക്കാരാണ്. കുറേ പേര് സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അവർ. ഞാൻ കുറേ പേരോട് വെച്ചിട്ടാണ് ഇത്ര വരെ എത്തിയത്. പിന്നെ ഇനി ഒരാളും കൂടെ ഉള്ളൂ. ആളെ കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ആളെ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, കോഴിക്കോട് നിന്ന്.
ചേട്ടനോ? എനിക്ക് ആ എനിക്ക് എത്ര വയസ്സുണ്ടാവും? ഗസ്റ്റല്ലേ? 48 വയസ്സുണ്ടാവും. ഇല്ല, 45 വയസ്സ്. 48 ആളൊക്കെ വേണ്ടത്. 48 ആളാണ് എനിക്ക് വേണ്ടത്. ഉണ്ട്, ആരുണ്ടോ? അവരവിടെ കളിക്കുന്നുണ്ട് അവിടെ. ആരാ? സ്റ്റേജിന്റെ ഉള്ളിലാ. എത്ര ഉണ്ട്? എൻ്റെ വയസ്സ് ആ ചേട്ടൻ്റെ വയസ്സ് എൻ്റെ വയസ്സും 50. കറക്റ്റ് പറയും. 50. 48 അല്ലല്ലോ? 40? 48 മത്സരിച്ചും കൊടുക്കുന്നത്. 48. 48ആണോ? കാര്യം പറയും. ഉറപ്പാണോ? താങ്ക് യു. സത്യം പറയും. 48. അപ്പൊ 47 പറഞ്ഞതോ? 47 കഴിഞ്ഞ് 48 പോയി ഇങ്ങനെ മത്സരിച്ചും കൊടുക്കാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? 48 ആയാ? 47 കഴിഞ്ഞ് വയസ്സ്. ആ 48 തുടങ്ങി. 48 ആയിന്നോ? 48 വയസ്സായിപ്പോ? ആയി. ഓ താങ്ക് യു. എന്താ ചേട്ടൻ്റെ പേര്? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അയ്യൂബ്. അയ്യൂബ്, താങ്ക് യു ചേട്ടാ. കാരണം ഞാൻ 48 വയസ്സുള്ള ഒരാൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 1 തൊട്ടിട്ട് 50 വരെയുള്ള ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ 48 ലാസ്റ്റ്. താങ്ക് യു, എന്നെ രക്ഷിച്ചു ചേട്ടൻ. കാരണം അല്ലെങ്കിൽ ഞാൻ ഓഡിയൻസിന് 2000 രൂപ കൊടുക്കേണ്ടി വന്നിരുന്നു. ഒരു ചാലഞ്ചായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അവർക്ക് കൊടുക്കണേ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇതൊരു ചാലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. 1 തൊട്ടിട്ട് 100 വരെ അവർ പറഞ്ഞത്. പക്ഷേ 1 തൊട്ട് 100 വരെ എന്തായാലും നടക്കില്ല. അതുകൊണ്ട് 1 തൊട്ട് 50 വരെ ആക്കി. അപ്പോൾ ആ ചാലഞ്ച് ഞാൻ ഈ ചേട്ടനോട് കൂടി കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു. സെക്യൂരിറ്റി ചേട്ടൻ എനിക്കുണ്ടോ? താങ്ക് യു. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും മേടിച്ചോ? ഫുഡ് എന്തെങ്കിലും മേടിക്കണോ? എൻ്റെ സന്തോഷത്തിന് സ്നേഹം മതിയാ? ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഫൈനലി 1 തൊട്ടിട്ട് 50 വരെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.